നമസ്കാരം, എൻ്റെ പേര് ആഷിഖാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, പത്രമാധ്യമങ്ങളുടെ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ഒന്നുകൂടി ആശങ്കക്ക് വകവെക്കുന്നതുമായ ഒരു കാര്യമാണ് കേരളത്തിൽ പകുതിയിലധികം കുടുംബങ്ങൾക്കും എന്തില്ല, സേവിങ്സ് ഇല്ല, അഥവാ എടുത്തു വെച്ച പൈസ ഇല്ല എന്നുള്ള രീതിയിൽ ഒരു വലിയ റിപ്പോർട്ട്. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിന്റെ കണക്കാണ് വളരെ ശോകം. അഥവാ കേരളം നമ്മളെ കാഴ്ചപ്പാടിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യത്തിൽ മുൻപിലാണ്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമുക്കൊക്കെ ഒരു ആശങ്ക ഒക്കെ വകവെക്കുന്ന കാരണമാവാ ഒരു ഇതുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ മലയാളികളുടെ രീതികൾ അഥവാ സ്പെൻഡിങ് ഹാബിറ്റ്, പണം ചെലവഴിക്കുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ചെലവ് ചുരുക്കുക എന്നുള്ളത് ഒരു മാർഗം, ഓക്കെ. അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള രണ്ടാമതൊരു മാർഗം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതശൈലി, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ജീവിതശൈലികളൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കലുണ്ട്, ഒബ്സർവ് ചെയ്യലുണ്ട്. എൻ്റെത് മാത്രമല്ല, എൻ്റെ ചുറ്റുള്ള ഫ്രണ്ട്സ് വലയത്തിലോ അല്ലെങ്കിൽ ഫാമിലി വലയത്തിലൊക്കെ ഉള്ള ആളുകൾ ഇത് നോക്കലുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കേരളത്തിൽ ഇപ്പൊ ഏകദേശം ഒരു 3.5 കോടി ആൾക്കാരുണ്ടെങ്കിൽ ആ 3.5 കോടി ആൾക്കാരിൽ പകുതിയിലധികം കുടുംബങ്ങൾക്കും സേവിങ്സ് ഹാബിറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പേടിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലെ? കാരണം നമ്മളിപ്പോ ഒരു മെഡിക്കൽ എമർജൻസി വന്നു, അല്ലെങ്കിൽ നമുക്കൊരു വിദേശത്ത് നമ്മൾ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് വന്നു, അല്ലെങ്കിൽ കല്യാണം, വിവാഹം, ഇങ്ങനത്തെ പലതരത്തിലുള്ള വലിയ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ കടെടുക്കുക ചെയ്യുന്നത്, അല്ലെ? അഥവാ നമ്മുടെ ഭൂമി പണയം വെച്ചിട്ട്, സ്വർണം പണയം വെച്ചിട്ട്, ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ കടക്കാരനായിട്ട് മാറണം. ഒരേ സമയത്ത് കടക്കാരനാവുകയും അതുപോലെ തന്നെ നമ്മുടെ ചെലവിന് ഒരു കുറവും വരുന്നില്ല എന്നൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാം. ശരിക്കും ഇത് കണക്റ്റഡ് ടു അവർ ഹാബിറ്റ്. നമ്മുടെ ഈ കേരളത്തിലൊക്കെ കുടുംബങ്ങളുടെ അധികവും ഹാബിറ്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് മാസത്തിലൊരു തവണ ഡൈനിങ് ഔട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും അധികവും, അഥവാ ഒരു മാസത്തിൽ ഒരിക്കൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോ അതില്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പോ അതിലെ ഓവർ കണക്ക് എന്ന് പറയുന്നത് ഇടക്കിടക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അഥവാ മടി വരിക എന്നൊക്കെ പറയും, അല്ലെ? പണ്ടൊക്കെ അപൂർവമായിട്ട് കണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഇടക്കിടക്ക് കാണുന്നത്. കാരണം എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്രക്ക് നടപ്പിലാവുന്ന കാര്യമല്ല. കാരണം ഒരു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ചെലവ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2000, 2500, 3000 രൂപയ്ക്ക് ചിലപ്പോൾ ഒരു ഫാമിലിക്ക് വരുന്ന ചാൻസ് കൂടുതലാണ്. കാരണം ഒരു മന്തി എന്നുള്ള ഒരു കോമൺ ഫുഡിനൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു 400-500 രൂപ അല്ലെങ്കിൽ 700 രൂപയൊക്കെയാണ് ഒരു ഫുൾ മന്തിക്ക്, അല്ലെ? 700 ആയിരിക്കും. അപ്പൊ അത്ര രൂപയാണെങ്കിൽ ഒരു 5 തവണ അല്ലെങ്കിൽ 4 തവണ ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിന് ഒരു ഫുള്ള് മതിയോ എന്നുള്ളത് അറിയില്ല, എന്തായാലും അങ്ങനെ കണക്ക് നോക്കുന്നത് ഒരു 7 ഒരു 4-7, അല്ലെ? 700 × 4 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2800 അല്ലെങ്കിൽ ആ ഒരു 3000 അടുത്തൊക്കെ നമുക്ക് ആ എമൗണ്ട് കാണാൻ പറ്റും. ഇത് ശരിക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ, ചെലവാണ്. നമുക്ക് എന്തായാലും അറിയാം, ഇടയ്ക്കൊക്കെ പോകുമ്പം ഒരു രസമാണ്. പക്ഷെ അത് നമുക്ക് തോന്നും, ഇന്ന് ഒന്ന് പോവാം, ഇന്ന് ഇന്ന ടീമിന്റെ ഒപ്പം പോവാം, അല്ലെ? അപ്പൊ നമുക്ക് സന്തോഷം വരുമ്പോൾ ഭക്ഷണം കഴിക്കലോ, ഓക്കെ, അത് സ്വാഭാവികമാണ്. ശരിക്കും നമ്മൾ സ്വന്തം പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഒരു മേന്മ നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര ഉപകാരപ്രദമായ ഭക്ഷണമാണ്. അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് എന്താ പറയാ, നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന ഏറെക്കുറെയൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റിയ ഫുഡായിരിക്കും നമ്മൾ സ്വയം പാചകം ചെയ്യുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ അനാവശ്യമായിട്ട് EMI കൾച്ചറൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഒരു സാധനം വാങ്ങുമ്പോൾ ആദ്യം ആലോചിക്കല് എൻ്റെ കയ്യിൽ ആ ഇത് വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടോ. അപ്പൊ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നോർമലി നമ്മളങ്ങനെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോകും. പക്ഷെ ഈ അടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ സൊസൈറ്റി ഓടുമ്പോൾ അറിയാതെ നമ്മൾ അതിന്റെ കൂടെ ഓടുന്നൊക്കെ പറയില്ലേ, ആ പറഞ്ഞ മാതിരിക്ക് ഒരു ഫോണ് EMI എടുക്കാനുള്ള ശ്രമം നടന്നു. അപ്പോ നമ്മളിപ്പോ സാധാരണ 5 പൈസ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EMI ഫോൺ എടുക്കാൻ പറ്റും, മറ്റുള്ള ഗാഡ്ജറ്റുകളോ എന്തൊക്കെ എടുക്കാൻ പറ്റും. ശരിക്കും പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആവശ്യം, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യും. ശരിക്കും EMI തരാന്ന് പറയുമ്പോൾ, എടാ നിങ്ങൾ സാധനം കൊണ്ടേക്കോ, പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ EMI അടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചില യുവാക്കളൊക്കെ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയുന്ന ഡയലോഗ് പോലെ, ഞാനിപ്പോ EMI അടക്കാമായിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യത്തിനെ ചേസ് ചെയ്യുക എന്നുള്ളതല്ല, ഗോളിനെ ചേസ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പൊ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഈ കണക്കുകള് സത്യം പറയുന്നുണ്ട്, കുറെ സത്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ചെലവ് ആക്കുന്ന രീതി, അനാവശ്യമായിട്ട് നിങ്ങളെ പണം ഏതൊക്കെയോ ഹോളിലൂടെ, ഏതൊക്കെയോ ദൂരത്തിലൂടെ, ഏതൊക്കെയോ എന്താ പറയാ ഇടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിന് ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ പിന്നെ അറിയാം, നമ്മളെ കൊണ്ട് പൈസ ചെലവാക്കിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കും. അനാവശ്യമായ വസ്തുക്കൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ സ്കാനറുകളൊക്കെ സംവിധാനങ്ങളൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒരു ടാപ്പൊക്കെ തേക്കി കഴിഞ്ഞാൽ സംഭവം പൈസ പോയി കഴിഞ്ഞു, നമുക്കൊരു ഫീലിങ്സ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ തിരിച്ചു ചിന്തിക്കാം, സേവിങ്സ് ഇല്ല എന്നുള്ളത് ഓക്കെ. കടമുണ്ടാവുക എന്ന് പറയുന്നതും ശരിക്കും ഭയങ്കര നമ്മളെ കുടുംബങ്ങളൊക്കെ വഴിതെറ്റിക്കുന്ന, ഇപ്പൊ നമ്മൾ അധിക കുടുംബ പ്രശ്നത്തിന്റെയൊക്കെ പ്രധാന റൂട്ട് കാരണം പറയുന്നത് സാമ്പത്തിക കാരണങ്ങളാണ്. അപ്പൊ ആ സാമ്പത്തിക കാരണങ്ങളൊന്ന് സേഫ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, സാമ്പത്തിക അച്ചടക്കം നമുക്ക് പാലിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. അപ്പോ നമ്മളിപ്പോ ഓരോ ദിവസവും നമ്മളിങ്ങനെ വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണം, അയാൾ അങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ. പക്ഷെ അതൊക്കെ നമ്മുടെ തൊട്ടടുത്തേക്ക് വരുമ്പോഴായിരിക്കും നമുക്കത് അറിയാം. അപ്പൊ നമ്മൾ പണം സേവ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ 100 രൂപ ഒരു ദിവസം വരുമാനമുള്ള ഒരാള് ചിലപ്പോൾ ഒരു 2 രൂപ അല്ലെ 5 രൂപ സേവ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ സേവിങ്സിന് നമ്മൾ ഫ്യൂച്ചറിനെ കുറെയൊക്കെ സേഫ് ആക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ പണം വളരുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു 5 രൂപ സേവ് ചെയ്ത് അങ്ങനെ ഒരു ഇത്ര രൂപയായി. കാരണം വിലക്കയറ്റം നമ്മുടെ രാജ്യത്തുള്ള ഒരു പൊതു സത്യമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ 100 രൂപക്ക് നാളെ തന്നെ വില മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വില മാറുന്നുണ്ടാവും. ചിലപ്പോൾ ആ 100 രൂപ കിട്ടുന്ന സാധനം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം പോകുമ്പോൾ ചിലപ്പോൾ ഒരു 107 റുപ്യ 110 റുപ്യ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ സേവിങ്സ് എന്നുള്ളത് ഒക്കെ ഒരു സേഫ് ആയ സാധനമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുടുങ്ങണതിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും എന്നൊക്കെ വിചാരിക്കാമെങ്കിലും ഇപ്പോൾ വീഡിയോയിലൊക്കെ ഒരുപാട് കേൾക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഞാനൊക്കെ അറിയുന്ന ആളുകളോട് പറയലുണ്ട്, നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട്, അതിപ്പോ ഒരു മതപരമായ കാഴ്ചപ്പാടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു എത്തിക്കൽ ഫണ്ടുകൾ പോലുള്ള നമ്മളെ ഈ പറയുന്ന വിശ്വാസപ്രകാരം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് രീതികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ, നിങ്ങൾക്ക് കെൽപ്പുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല ഷെയറുകളൊക്കെ വാങ്ങാം. അഥവാ അതൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി. അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചൊക്കെ ലിക്വിഡായ ക്യാഷ് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റുന്നത്, ലൈക്ക് ഗോൾഡ് പോലെ. ഇതൊക്കെ അളവിൽ ചെറുതായാലും വേണ്ടില്ല, നമ്മളിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 100 രൂപ ഒരു ദിവസം വരുമാനമുള്ളവരും 1000 രൂപ ഒരു ദിവസം വരുമാനമുള്ളവരും സ്പെൻഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ചെലവാക്കുന്നതിൽ നല്ല അടിപൊളി പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന കേരളത്തിലുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് നല്ല സന്തോഷം അനുഭവിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഹാബിറ്റിലൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോ നമുക്ക് ഒറ്റ വിഷയമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.